ഇനി വളരെ രസകരമായൊരു വാഗ്ദാനം കൊടുത്തിരുന്നു ഹിമാചൽ പ്രദേശിലെ കർഷകർക്ക്. എന്താണെന്നറിയാമോ? കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ചാണകം 2 രൂപയ്ക്ക് വാങ്ങി ആ ചാണകം ഇടുന്ന പശുവിന്റെ പാല് 100 രൂപയ്ക്ക് വാങ്ങും എന്നുള്ളതായിരുന്നു വാഗ്ദാനം. ഒരൊറ്റ കർഷകർ കിട്ടിയിട്ടില്ല 2 രൂപ. അവരുടെ വീട്ടിൽ ചാണകവുമായിട്ട് കാത്തിരിക്കുക കർഷകര്. ചാണകവുമായിട്ട് ഹിമാചൽ പ്രദേശിൽ കാത്തിരിക്കുന്ന കർഷകരുടെ അടുത്തേക്ക് ഒരു കോൺഗ്രസിന്റെ മന്ത്രി വന്നില്ല 2 രൂപയ്ക്ക് ചാണകം വാങ്ങാൻ, 100 രൂപയ്ക്ക് പാല് വാങ്ങാൻ. തീർന്നില്ല ആന്റോ അഗസ്റ്റിൻ. കൗതുകരമായ എന്തറിയോ? അത് കഴിഞ്ഞ് ഇത് വലിയ വിമർശനത്തിന് വിധേയമായപ്പോൾ കഴിഞ്ഞ വർഷം ഈ 2 രൂപ 3 രൂപയാക്കി. 2 രൂപ 3 രൂപ ആക്കിയിട്ട് പറഞ്ഞു ഇതെല്ലാ ചാണകവും വാങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡീകമ്പോസ് ചെയ്ത ചാണകം മാത്രമേ വാങ്ങൂ. എങ്കിൽ നിങ്ങൾ ആ ചാണകമെങ്കിലും വാങ്ങ്. ആ ചാണകവും വാങ്ങിയില്ല. സർ, ചാണകം 2 രൂപയ്ക്ക് വാങ്ങുമെന്ന് പറഞ്ഞ് ആ പറഞ്ഞ വാഗ്ദാനം പോലും പാലിക്കാതെ ഹിമാചൽ പ്രദേശിൽ പരാജയപ്പെടുത്തിയ കോൺഗ്രസ് കേരളത്തിൽ വന്നിട്ട് പറയാണ് ചാണകം മേടിക്കുന്ന പാലെങ്കിലും വാങ്ങ് എന്നിട്ട് വന്ന് പറയാണ് ഇതൊന്നും വേണ്ട. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കൂലേ, സർ ഈ ഗ്യാരണ്ടിയൊക്കെ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ഇട്ടുപോയ കല്ലിനുമേതെ ഒരു കെട്ടിടമെങ്കിലും കെട്ടി ഉയർത്തി ആ വയനാട്ടിലെ ചൂരമലയിലെ മുണ്ടക്കയിലെ മനുഷ്യർക്കൊരു വീട് കെട്ടിക്കൊടുത്താൽ നിങ്ങൾ പറഞ്ഞ ഗ്യാരണ്ടി ഞങ്ങൾ ഗ്യാരണ്ടിയാണെന്ന് വിശ്വസിക്കാം. നിങ്ങൾക്കറിയുമോ, കേരളത്തിൽ കാസ്റ്റ് ഇൻഷുറൻസ് അല്ല, അഷുറൻസിന്റെ സ്കീമിലാണ് വരുന്നത്. ഇൻഷുറൻസിന് ഏതെങ്കിലും കമ്പനിക്ക് കൊടുത്ത പരിപാടിയല്ല, അഷുറൻസ് സ്കീമിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയതാ.